അങ്ങനെ അവസാനം കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ രാത്രി, അതായത് 28 ജൂലൈ 2025 രാത്രി ഏകദേശം 9 മണിയോടുകൂടി യൂട്യൂബിൽ അവതാർ ഫയർ ആൻഡ് ആഷ് ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 24 മണിക്കൂർ ആയില്ല, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 24 മണിക്കൂർ ആയിട്ടില്ല. ഇതിനോടകം തന്നെ ഇംഗ്ലീഷ് ട്രെയിലറിന് 2 crore വ്യൂസും കണ്ട് അത്രത്തോളം വ്യൂസ് കിട്ടി. സത്യം പറഞ്ഞു ഒരുപാട് സന്തോഷം. 20th സെഞ്ച്വറി ഇന്ത്യ ചാനലിലും 20th സെഞ്ച്വറി ഒഫീഷ്യൽ ചാനലിലും അതുകൂടാതെ അവതാറിൻ്റെ ഒഫീഷ്യൽ ചാനലുമാണ് ട്രെയിലർ റിലീസായിരിക്കുന്നത്. എന്താ പറയുക, ട്രെയിലർ കണ്ട എനിക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല, കാരണം വീഡിയോയുടെ ഡ്യൂറേഷൻ ഇങ്ങനെ അങ്ങ് പോകും. ഇനി പറഞ്ഞ് എന്താ പറയുക നിർത്തുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. ഇതിനപ്പുറം ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം വീഡിയോ ഡ്യൂറേഷൻ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ട്രെയിലർ കണ്ടു. അതിൻ്റെ പുറകെ തന്നെ ഡബ്ഡ് ട്രെയിലേഴ്സൊക്കെ ഇറങ്ങി, ഹിന്ദി, തമിഴ്, തെലുങ്ക്. നമ്മൾ ഈ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ലേറ്റായി മലയാളം ട്രെയിലർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമസ്കാരം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളെ, വെൽക്കം ബാക്ക് ടു എക്സ്പ്ലെയിനേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്പ്ലെയിനർ. മലയാളം ട്രെയിലറും വന്നു, ട്രെയിലർ കണ്ടു. സത്യം പറഞ്ഞാൽ മനസ്സങ്ങോട്ട് നിറഞ്ഞു എന്ന് പറയാം. അടിപൊളിയായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ട്രെയിലറിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയുമോ, നമ്മൾ അവതാർ 2 സിനിമ ഇറങ്ങിയത് ഓർക്കുന്നുണ്ടല്ലോ. അവതാർ 2 എന്താ പറയുക, എല്ലാ ലാംഗ്വേജിലും ഇറങ്ങിയിരുന്നു. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം ഇറങ്ങിയിരുന്നു. അവതാർ 2 മലയാളം ഡബ് ചെയ്ത അതേ ടീം തന്നെയാണ് ഇത്തവണയും അവതാർ ഫയർ ആൻഡ് ആഷിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ വിനീതമായ നന്ദി ഞാൻ 20th സെഞ്ച്വറി സ്റ്റുഡിയോസിന് ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ അത് എന്താ പറയുക, ഓഡിയൻസിൻ്റെ അതൊരു മനസ്സിലാക്കിയിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഡിയൻസിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ പറയുക, പഴയ ടീമിനെ വെച്ച് തന്നെ ഇത്തവണയും ചെയ്യിപ്പിച്ചു. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ അവതാർ 2 സിനിമയുടെ മലയാളം ഡബിങ്ങിനെ പറ്റി സത്യം പറഞ്ഞാൽ പോരായ്മകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തവണയും പോരായ്മ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ മികച്ച ഒരു ട്രെയിലറായിരുന്നു. വളരെ മികച്ച ട്രെയിലറായിരുന്നു. ഡബ്ബിങ്ങിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല, കാരണം നിങ്ങൾക്കറിയാം ഡബ്ബിങ് എങ്ങനെയായിരിക്കുമെന്ന്. ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് സുഹൃത്തുക്കൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കുറവ് മലയാളം ട്രെയിലറിനാണ്. 24K 25K അത്രയും കണ്ടേ ഉള്ളൂ. കന്നഡയ്ക്കും നല്ല വ്യൂസ് ഉണ്ട്. മലയാളമാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും പോയി ട്രെയിലർ കാണുക. കമൻറ്റ് ചെയ്യുക. മലയാളത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ പോസ്റ്റൊക്കെ ഇട്ട് എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. മലയാളം ഡബ്ബിങ്ങിനെതിരായിട്ട് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. പല ആൾക്കാരും കൈരളി സിനിമകളുടെ അത് കണ്ടിട്ട് മലയാളം ഡബ്ബിങ്ങിനോട് ഭയങ്കര പുച്ഛമാണ്. ദൈവത്തെ ഓർത്ത് ഇതൊരു ഭയങ്കര വലിയ ബ്രഹ്മാണ്ഡ ഒരു സിനിമയാണ് അവതാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മലയാളത്തിൽ ഇറങ്ങുകയാണ്, അതിൻ്റെ 3ാം പാർട്ട് മലയാളത്തിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മലയാളം ഡബ്ബിങ്ങിനെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. വളരെ മികച്ച ഡബ്ബിങ്ങാണ്. സത്യം പറഞ്ഞാൽ വളരെ മികച്ച ഡബ്ബിങ് ആയിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. വളരെ നല്ല ഡബ്ബിങ് ആയിരിക്കും. കാരണം കഴിഞ്ഞ അവതാർ 2 ഡബ് ചെയ്താത്ത ടീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നറിയില്ല. മാറ്റം ഉണ്ടായാൽ മാറ്റം ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മലയാളം ട്രെയിലർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയട്ടെ. ട്രെയിലർ ഇൻസ്റ്റഗ്രാമിൽ 20th സെഞ്ച്വറി ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ട്രെയിലർ പോയി കാണുക. അത് മാത്രമല്ല, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റൊക്കെ ഇടുക, സ്റ്റോറീസിലൊക്കെ മെൻഷനാക്കുക. പിന്നെ ഇതിനു മുമ്പ് വേറൊരു റൂമർ കേട്ടിരുന്നു. അതായത് ഇത് തിയേറ്ററിൽ മാത്രമേ ഓടിക്കത്തുള്ളൂ ട്രെയിലർ, യൂട്യൂബിലൊന്നും വരില്ല, അങ്ങനെ എന്തോ റൂമർ കേട്ടുന്നു. അങ്ങനെ എന്തോ റൂമർ കേട്ടുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് റൂമർ തെറ്റായിരുന്നു. തിയേറ്ററിൽ വരികയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, തിയേറ്ററിൽ മലയാളം ഓഡിയോ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം. മലയാളം ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും പോയി മലയാളം ഡബ് കാണുക, മലയാളം ഡബിനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ പറയുന്നു, ഹേറ്റ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.